ഇത് ഒറിജിനൽ. ഇതതിൻ്റെ ചീപ്പ് കോപ്പി. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാവുന്ന കാര്യമാണ് ഏതൊരു സാധനത്തിൻ്റെയും ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത കോപ്പി ചൈനക്കാർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് ചൈന ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കിടപിടിക്കാനാവാത്തതായി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചീപ്പ് ചൈനീസ് കോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയല്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചീപ്പ് കോപ്പിയാണ് മോദിയുടെ ഇപ്പോൾ ദിനം പ്രതിയുള്ള പരിപാടികളെല്ലാം. മോദി ഇതുവഴി ശ്രമിക്കുന്നത് യുവാക്കളുടെയും ജൻസിയുടെയും ഇടയിലുള്ള തൻ്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ്. എന്നാൽ ഇത് ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. രാജ്യത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ അവഗണിച്ച് സിക്കിമിൽ ചെന്ന് ഇന്ന് നടക്കുന്ന ബംഗാൾ ഇലക്ഷനെ സ്വാധീനിക്കുന്നതിനു വേണ്ടി മോദി നടത്തുന്ന നാണംകെട്ട ഫുട്ബോൾ നാടകം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിടുന്നത്. മോദി ഇവിടെ നടത്തുന്ന നാണംകെട്ട നാടകം പരിപൂർണമായി പരാജയപ്പെടുന്നതും രാജ്യത്തെ ഫുട്ബോളിന്റെ യഥാർത്ഥ അവസ്ഥയും മോദിയുടെ ഈ ചീപ്പ് റീലിനെ കളിയാക്കിക്കൊണ്ട് ഇന്ത്യക്കാർ വിമർശിക്കുന്നതും നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ മോദിയുടെ ഈ നാടകം കൊണ്ട് രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്ന വലിയ നേട്ടത്തെക്കുറിച്ച് ഒരു നാണവുമില്ലാതെ മോദിയുടെ മന്ത്രിമാർ പുകഴ്ത്തുന്നതും നമുക്ക് കാണാം. വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ വാർത്തകളും അവലോകനങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുझे മോസ്റ്റ് സ്റ്റുപ്പിഡ് PM കഹാ ഗയാ. ജീവിതത്തിൽ ഒരിക്കലും മോദി രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി പരിപൂർണമായി കിളി പോയതുപോലെയാണ് മോദിയുടെ പെരുമാറ്റം. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് 100% കിളി പോയതുപോലെയുള്ള പെരുമാറ്റം മാത്രം ഉണ്ടാവുന്നത്. ഫേക്ക് ന്യൂസുകളാലും PR റീലുകളാലും കള്ളപ്രചാരണങ്ങളാലും കെട്ടിപ്പൊക്കിയ മോദിയുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായി ബോധ്യമായി എന്ന് മോദിക്കും മനസ്സിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കുതിച്ചുയരുകയാണ് എന്നുള്ളതും മോദി മനസ്സിലാക്കിയിരിക്കുന്നു. അതിനാലാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോദി അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് വീണ്ടും ബൂമറാങ് പോലെ മോദിക്ക് തന്നെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. മണിപ്പൂരിൽ കലാപം വീണ്ടും ഭയാനകമായ രീതിയിൽ ആളിക്കത്തുകയാണ്. ഗ്യാസിന്റെ ഷോർട്ടേജിനാൽ ജനങ്ങൾ ഭക്ഷണം പോലും കഴിക്കാനാവാതെ ബുദ്ധിമുട്ടുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏതാണ്ട് 100 അടുത്ത് എത്തി നിൽക്കുന്നു. ജനം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സന്ദർഭത്തിൽ മോദി തേയിലത്തോട്ടത്തിൽ പോയി റീൽ ഉണ്ടാക്കുന്നു, പൊരി വാങ്ങുന്ന റീൽ ഉണ്ടാക്കുന്നു, ബോട്ട് യാത്ര നടത്തുന്ന റീൽ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇത് അവസാനമായി ജൻസിയെയും യുവജനങ്ങളെയും കയ്യിലെടുക്കാം എന്ന വ്യാമോഹത്തിൽ ഫുട്ബോൾ കളിക്കുന്നതായി അഭിനയിച്ച് റീൽ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ റീലിൽ ബെസ്റ്റ് ആക്ടർ മോദിയല്ല. അത് ആരെന്ന് മോദി തന്നെ പങ്കുവച്ച ഈ റീൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. दो गोल मार चुके हैं आप. कमान फिर से एक हैट्रिक हो जाएगा सर. എത്ര ഊർജ്ജസ്വലതയോടെയാണ് മോദി ഓടിക്കളിക്കുന്നത് എന്ന് കണ്ടല്ലോ. ഇവിടെയും കണ്ടല്ലോ വളരെ ഊർജ്ജസ്വലതയോടെ പന്ത് കാൽക്കലാക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നത്. 2 ഗോൾ അടിച്ചിരിക്കുകയാണ് മോദി. ആ കളിക്കാർക്കാർക്കും മോദിയെ വെല്ലാനാവുന്നില്ല. ഇവിടെ മോദിയെ നല്ലതുപോലെ കോച്ച് ചെയ്തതുകൊണ്ട്
ഭാവിയിൽ നല്ലൊരു കോച്ചായി തീരും എന്ന് വലിയ തമാശ പറഞ്ഞ് വിദേശത്ത് എന്ന് ചിരിക്കുന്ന ആ ഹിസ്റ്ററിക്കൽ ചിരി ചിരിക്കുകയാണ്. ഇനി ഇതിലെ ബെസ്റ്റ് ആക്ടർ ആരാണ് എന്ന് കണ്ടല്ലോ അല്ലേ? മോദിയല്ല, മറിച്ച് ഗോൾ കീപ്പറാണ്. മോദിയുടെ സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് ഗോൾ കീപ്പർ എന്ന് തോന്നുന്നു. മോദി കാലുകൊണ്ട് തട്ടുന്ന പന്ത് ഏത് കൊച്ചു കുഞ്ഞിനും തടയാൻ സാധിക്കും. എന്നാൽ പന്ത് മനഃപൂർവ്വം പിടിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിനുവേണ്ടി ശ്രമിച്ചു എന്ന രീതിയിൽ വീഴുകയാണ് ഗോൾ കീപ്പർ. അതിൽ രണ്ടാമത്തെ ഗോൾ തടയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും രസകരം. പന്ത് നെറ്റിനുള്ളിൽ കടന്നു കഴിഞ്ഞ ശേഷം വീഴുകയാണ് ഗോൾ കീപ്പർ. ഇനി മോദി ഇവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. खेलने के लिए सिर्फ प्रैक्टिस करने से बात नहीं बनती, मैचेज होनी चाहिए. കളിക്കുന്നതിന് വെറും പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, മാച്ചുകൾ ജയിക്കണം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇലക്ഷൻ ജയിക്കുന്നതിന് നല്ലതുപോലെ പ്രചരണം നടത്തി ജനങ്ങളുടെ ഭൂരിപക്ഷം വോട്ടുകൾ നേടിയാൽ മാത്രം പോരാ, സ്വന്തമായി സെലക്ഷൻ കമ്മീഷനെ നിയമിച്ച് മാച്ച് ഫിക്സ് ചെയ്യണം. ഇനിയാണ് ഏറ്റവും മികച്ച ഉപദേശം നൽകുന്നത്. हमें आने वाले दिनों में इसको पॉपुलर करना है. आपको मालूम है ना, भारत ओलंपिक के लिए प्रयास कर रहा है, तो तब तक आप खिलाड़ी पक्के बन जाएंगे. तो आपको अभी से सोचना चाहिए कि हम ऐसे तैयार हो जाएंगे कि हम भी ओलंपिक खेल लें. വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെ പോപ്പുലർ ആക്കണം. ഇന്ത്യ ഒളിമ്പിക്സ് നടത്തുന്നതിന് പ്രയത്നിക്കുന്നുണ്ട് എന്ന് അറിയാമല്ലോ. അപ്പോഴേക്കും നിങ്ങൾ മികച്ച കളിക്കാരായി മാറണം. അതിനുവേണ്ടി ഇപ്പോഴേ ചിന്തിക്കണം, നമ്മളും ഒളിമ്പിക്സ് കളിക്കാൻ പ്രാപ്തരാകണം എന്ന്. അതിലെ ഏറ്റവും രസം എന്താണ് എന്നറിയാമോ? എന്ത് ഫെസിലിറ്റിയാണ് സ്പോർട്സിന് വേണ്ടി, പ്രത്യേകിച്ച് ഫുട്ബോൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മോദി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 136 136, അതായത് അതിദയനീയം. ഇന്ത്യയിലെ ഫുട്ബോൾ താരങ്ങളെല്ലാം മോദി ഗവൺമെന്റിനോട് ഫുട്ബോൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാല് പിടിച്ചതാണ്. It's January and we should be on your screens as a part of a competitive football game in the Indian Super League. Instead, here we are, driven by fear and desperation, to say aloud something which we all know. But more importantly, we are here to make a play. Indian football governance is no longer able to fulfill its responsibilities. We are now staring at a permanent paralysis. This is the last-ditch effort to save what we can. So we are calling the FIFA to step in and do what it takes to save Indian football. We hope this message gets to the powers that are in the ring. This call is not political. It is not driven by confrontation, but by necessity. It might sound like a big word, but the truth is that we are facing a humanitarian, sporting and economic crisis. And of course, we need rescuing at the earliest. Players, staff, owners, and the fans deserve clarity, protection, and more importantly, future. We just want to play football. Please help us do it. എന്നാൽ കേട്ടതായി പോലും നടിക്കാത്ത മോദിയാണ് നിങ്ങൾ ഒളിമ്പിക്സ് കളിക്കണം എന്ന് കളിക്കാരോട് പറയുന്നത്. ചുവരില്ലാതെ ചിത്രം എഴുതുന്നത് എങ്ങനെ മോദി? യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് ബ്ലാബ്ലാ പറയുന്നു. വളരെയേറെ ആളുകളാണ് മോദിയുടെ ഈ നാണംകെട്ട റീൽ നാടകത്തെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്, പെലേക്കും മാറഡോണയ്ക്കും പ്രചോദനമായത് സാഹിബാണ്. അവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ സാഹിബിനു വേണ്ടി ബംഗാളിൽ പ്രചരണം നടത്തിയേനെ. ദിവസത്തിൽ 22 മണിക്കൂറും സാഹിബ് ജോലി ചെയ്യുന്നു. ബാക്കിയുള്ള സമയം ഇതുപോലെയുള്ള സ്പെഷ്യൽ കാര്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. സഞ്ജയ് ഹെഗ്ഡെ എഴുതിയിരിക്കുന്നത്, ഏതു തരത്തിലുള്ള വിഷ്വൽസ് ആണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അയാളുടെ സോഷ്യൽ മീഡിയ ടീം ശ്രദ്ധിക്കണം. അയാളെ അൺറിയലിസ്റ്റിക്കായി കാണിക്കുന്നത്
കൂടുതൽ വിഡ്ഢിയാണെന്ന് തോന്നിക്കാനേ കാരണമാകൂ. വേറൊരാൾ എഴുതിയിരിക്കുന്നത്, ബംഗാളിൽ ജാൽമുടിക്ക് ആവശ്യത്തിന് സമയമുണ്ട്. സിക്കിമിൽ അതിരാവിലെ ഫുട്ബോൾ ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് ആവശ്യത്തിന് സമയമുണ്ട്. എന്നാൽ മണിപ്പൂരിലെ കാര്യം ശ്രദ്ധിക്കുന്നതിനോ കഴിഞ്ഞ 12 വർഷമായി സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പ്രസ് മീറ്റ് നടത്തുന്നതിനോ സമയമില്ല. മുഴുവൻ സമയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, പാർട്ട് ടൈം പ്രധാനമന്ത്രി, യാതൊരു ധാർമ്മിക ഉത്തരവാദിത്വവും ഇല്ല. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, കരിഷ്മ കപൂറിന്റെ ഫുട്ബോൾ സീൻ മോദി പുനർസൃഷ്ടിച്ചിരിക്കുകയാണ്. ആവി ഡാണ്ടിയ എഴുതിയിരിക്കുന്നത്, എനിക്ക് ജാൽമുടി തിന്നാൻ കൊതിയാണ്, പിന്നെ ഫുട്ബോൾ കളിക്കുന്നതിന്, പിന്നെ അമ്പലത്തിൽ പോകുന്നതിന്, അതിനുശേഷം ഒരു വിദേശയാത്രയും. മറ്റൊരു യൂസർ എഴുതിയിരിക്കുന്നത്, ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചത് ജ്ഞാനേഷ് കുമാർ ആണെന്ന് തോന്നുന്നു, മോദിയെ വീണ്ടും ഗോൾ അടിക്കാൻ അനുവദിക്കുകയാണ്. മോദിയുടെ മന്ത്രിമാർ ഒന്നിനു പുറകെ ഒന്നായി മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഇത് യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമാകും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ചില പോസ്റ്റുകൾ കണ്ടുകൊള്ളൂ. അത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചുകൊള്ളൂ. ഏതായാലും മോദിയുടെ ഈ നാണംകെട്ട കളികളൊന്നും ജനങ്ങളുടെ മുന്നിൽ ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിടുന്നത്. രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും മറന്നുകൊണ്ടുള്ള കിളി പോയതുപോലെയുള്ള മോദിയുടെ ഈ റീലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?